ഷുഹൈബ് വധക്കേസിൽ അസാധാരണ നടപടിയുമായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്തിരിക്കുകയാണിപ്പോൾ. ആകാശ് തില്ലങ്കരി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യമാണ് കോടതി റദ്ദാക്കിയത്. പ്രതികളെ റിമാൻഡ് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതികൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അർജുൻ കല്യാണ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്നത്? ഷിഹാസ്, അതായത് ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിന്റെ വിചാരണ നടപടികൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത്. തുടർച്ചയായ രീതിയിൽ 142 സാക്ഷികളെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും വിചാരണ പൂർത്തിയാക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസാധാരണമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കേസിൽ 17 പ്രതികളാണുള്ളത്. 17 പ്രതികളും CPM-മായി ബന്ധമുള്ളവരാണ്. ആ പ്രതികളുടെ ജാമ്യം ഇപ്പോൾ കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇവരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി പോലീസിനോട് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതി 3 തങ്ങൾക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കോടതി മാറ്റി മറ്റൊരു കോടതിയിൽ ഈ കേസ് വിചാരണ നടപടികൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉൾപ്പെടെ പ്രതിഭാഗം സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ കോടതി, അതായത് അഡീഷണൽ സെഷൻസ് കോടതി 3 അനുവദിച്ചിട്ടുള്ള പ്രതികളുടെ ജാമ്യം കൂടി റദ്ദ് ചെയ്യുകയാണ് എന്ന് ജഡ്ജ് റൂബി കെ ജോസ് ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി പോലീസിനോട് ഈ 17 പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ കൂടി കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസിൽ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ആകാശ് തില്ലങ്കേരിയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള CPM പ്രവർത്തകരായിരുന്നു ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ളത്. ആകാശ് തില്ലങ്കേരി, റജിൽ രാജ്, ദീപ് ചന്ദ്, TK അസ്കർ, K അഖിൽ, PP അൻവർ സാദത്ത്, നിജിൽ, അഭിനാഷ്, ജിതിൻ, K സഞ്ജയ്, അതുപോലെ തന്നെ രജത്ത്, KV സംഗീത്, K ബൈജു, KP പ്രശാന്ത്, AP സനീഷ്, AK സുബിൻ, V പ്രജിത്ത് എന്ന 17 പ്രതികളുടെ ജാമ്യമാണ് ഇപ്പോൾ കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അസാധാരണ നടപടിയായി തന്നെയാണ് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിഭാഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വിചാരണ നടക്കുന്ന വേളയിൽ ഈ പ്രതികൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം കോടതി. പ്രതികൾ ഈ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ ഒരു അന്ത്യമില്ലാത്ത തരത്തിൽ നീട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു കൗശലം ഈ ഒരു പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കോടതിക്ക് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഇങ്ങനെ ഒരു തീരുമാനം? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കമാണ്, നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി കഴിയുന്നത്. ചില അഭിഭാഷകരോട് സംസാരിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. കാരണം അനന്തമായി ഈ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വിചാരണ മറ്റൊരു കോടതിയിൽ കേൾക്കണം, അല്ലെങ്കിൽ വിചാരണ നടപടികൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം ഈ പ്രതികളുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു സംശയം കോടതിക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കൂടി കോടതി കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കോടതിയിൽ വിശ്വാസമില്ലെങ്കിൽ ഈ കോടതി നൽകിയിട്ടുള്ള ജാമ്യം റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ് കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജഡ്ജി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2018 ഫെബ്രുവരി 12-ാം തീയതിയിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഈ ക്രിമിനൽ സംഘം ഷുഹൈബിനെ മട്ടന്നൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള ഷുഹൈബിനെ കൊലപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വലിയ രീതിയിൽ സർക്കാരിന്റെയൊക്കെ ഭാഗത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ചെലവിൽ തന്നെ അപ്പീൽ പോകുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ വലിയ രീതിയിൽ വിവാദമായതാണ്. ആ സാഹചര്യം കൂടി, അല്ലെങ്കിൽ അതിനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കോടതി വിചാരണ നടപടികൾ കടന്നത്. മെയ് മാസത്തിലാണ്, അതായത് വളരെ ചുരുക്കം ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന വിചാരണ നടപടികൾ. നമുക്കറിയാം, ഈ ഷുഹൈബ് വധക്കേസ് അത്രയേറെ ഒരു വൈകാരിക വിഷയമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. 17 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫർസീൻ മജീദ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ഫർസീൻ, ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം ഇപ്പോൾ കോടതി റദ്ദ് ചെയ്യുകയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രതികൾ ഈ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ കോടതിയുടെ ഒരു തീരുമാനം വരുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം? ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു പ്രതികരണം നൽകണമെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ പ്രാഥമികമായ ഈ ഒരു വിഷയം പഠിച്ച നിലയിൽ പറയാനുള്ളത്,
ആദ്യത്തെ 2 സാക്ഷികൾ നൽകിയ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനകത്ത് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതികളും പ്രതികളുടെ വക്കീലും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും അത് ഈ കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വാദം തുടരാൻ താല്പര്യമില്ല എന്ന് പ്രതികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജാമ്യം റദ്ദ് ചെയ്ത് ജയിലിലേക്ക് നിങ്ങൾ തിരികെ പോകണം, അതിനുശേഷം ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റു തീരുമാനങ്ങൾ എടുക്കാമെന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ 8 വർഷക്കാലത്തോളം ഷുഹൈബിന്റെ മാതാപിതാക്കൾ അനുഭവിച്ച കണ്ണുനീരിനുള്ള മറുപടി ഈ വിധിയിലൂടെ കൂടി ഒരു പരിധിവരെ ഈ കേരളത്തിന്റെ ജനസമൂഹത്തിന് മുമ്പിൽ കൊടും ക്രിമിനലുകളെ ജയിലിനകത്തേക്ക് പിന്നെയും അടക്കാൻ സാധിച്ചു എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊക്കെ ഒരു തരത്തിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫർസിൻ, അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കോടതിയെ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ഈ കോടതി തന്ന ജാമ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, നിങ്ങൾ റിമാൻഡിലേക്ക് പോരേണ്ട സാഹചര്യമുണ്ട്, ഇതാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിചാരണ കോടതി മാറ്റാനുള്ള ശ്രമം ഈ 17 പ്രതികളും തുടർച്ചയായി നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ട് പോവുക, തങ്ങൾക്ക് ജാമ്യത്തിൽ സുഖമായി പുറത്തു നിൽക്കാനുള്ള സാഹചര്യം കൂടുതൽ നീട്ടിക്കൊണ്ട് പോവുക, ഇത്തരത്തിലൊരു ബുദ്ധി തന്നെയാണോ ഇവർ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്? ഇതിന് സർക്കാരിന്റെ ഒരു മൗനസമ്മതം കൂടി ഉണ്ടായിരുന്നോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇവര് സ്ഥിരം കലാപരിപാടികൾ തന്നെയാണ് അവരിവിടെയും ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. പക്ഷെ അത് കോടതി വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ജയിലിനകത്ത് പോയിരിക്കുക, ഞങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം, നിങ്ങളെ കോടതിക്കകത്ത് ഹാജരാക്കിക്കോളാം, അല്ലാതെ നിങ്ങൾ നാടിനകത്ത് വിലസി നടന്നിട്ട് നാടിനകത്ത് സൗര്യവിഹാരം നടത്തി അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പുറത്തിറങ്ങി നടക്കണ്ട എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്താണോ ഈ നാടിനകത്ത് ജനത ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി ഒരു കോടതി പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികൾക്കുള്ള സഹായങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ശ്രമങ്ങൾ കഴിഞ്ഞ 10 വർഷം ഉണ്ടായെന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരണം മാറിയൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് രൂപ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ കഴിഞ്ഞ ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി അത് നടപ്പിലാക്കാൻ സാധിക്കില്ല, ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടു മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിന്റെ കൂടെ ബഹുമാനപ്പെട്ട കോടതി എടുത്തിരിക്കുന്ന നിലപാട് ഇനി എന്താണോ ഹൈക്കോടതി എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് കൂടി അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. ശരി ഫർസീൻ, അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കാം. ഷുഹൈബ് വധക്കേസിലാണ് ഇപ്പോൾ അസാധാരണമായൊരു നടപടി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്യുകയാണ്. ആകാശ് തില്ലങ്കരി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യമാണിപ്പോൾ കോടതി റദ്ദാക്കിയത്. പ്രതികളെ റിമാൻഡ് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതികൾ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കുന്നത്. അർജുൻ കല്യാടാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.